കോട്ടയം തിരുവാതുക്കലിൽ കൊല്ലപ്പെട്ട ടി.കെ. വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 3-ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. അതിനു മുൻപ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിജയകുമാറിന്റെയും മീരയുടെയും അതിദാരുണമായ കൊലപാതകത്തിന് ശേഷം പ്രതിയെ പിടികൂടി അതിനൊക്കെ ശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. എപ്പോഴത്തേക്കാണ് സംസ്കാരം? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, അല്പസമയത്തിനുള്ളിൽ വിജയകുമാറിന്റെ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളിലൊന്നായ ഈ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹം എത്തിക്കും. ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം തിരുനക്കരയിലാണുള്ളത്. അവിടെ പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 10 മണി വരെ ഇവിടെ മൃതദേഹം വെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനുശേഷമാണ് തിരുവാതുക്കൽ ജംഗ്ഷൻ സമീപമുള്ള ശ്രീവത്സം വീട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ അവിടെയുമുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഇതിനു വേണ്ടിയുള്ള ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നത്. വിജയകുമാറിന്റെ മകൾ ഗായത്രി വിദേശത്തായിരുന്നു, അമേരിക്കയിലായിരുന്നു. അവർ ഡോക്ടറാണ്. അവർ കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. അതാണ് സംസ്കാരം ഇത്രയും വൈകാനുള്ള സാഹചര്യം. മറ്റ് ബന്ധുക്കളുമായൊക്കെ ആലോചിച്ചുകൊണ്ട് സൗകര്യപ്രദമായൊരു ദിവസം എന്ന നിലയിൽ ഇന്ന് സംസ്കാരം തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ആ വീട്ടിൽ ഗായത്രി വിദേശത്താണ്. അവശേഷിക്കുന്ന എല്ലാവരും ഇല്ലാതാകുന്ന ഒരു ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ആ വീട്ടിൽ ഇനി താമസിക്കാൻ സത്യത്തിൽ ആ വീട്ടിനുണ്ടായിരുന്ന ആരും ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും പ്രതിയെ സംബന്ധിച്ച് പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പോലീസ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. നാളെ കോടതി ഇത് പരിഗണിച്ച് കസ്റ്റഡി ലഭിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി കേസന്വേഷണം തുടർന്ന പോലീസിന്റെ നടപടിക്രമങ്ങൾ ഒരുപാട് പൂർത്തിയാകാനുണ്ട്. വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇയാൾ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ വീണ്ടും ഒരു പരിശോധന, തെളിവെടുപ്പ് ഒക്കെ പോലീസിന് നടത്തേണ്ടതുണ്ട്. ഇത് നിരവധി തെളിവുള്ള കേസാണ്. പക്ഷേ ഒരു ശക്തമായ കുറ്റപത്രം തയ്യാറാക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പോലീസിനെ സംബന്ധിച്ചുണ്ട്. അത് വീണ്ടും നാളെ മുതൽ ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ്. എന്തായാലും വൈകാതെ മൃതദേഹം പൊതുദർശനത്തിനായി ഈ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കും. ശ്രീജിത്ത്, ഈ വീട്ടിൽ ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI നടത്തുന്ന അന്വേഷണം തുടരുകയാണല്ലോ. ഇപ്പോൾ ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ അവർ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ആ കേസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഉള്ളത്? അത് ഒരു കൊലപാതകം തന്നെയാണ് എന്ന് കൃത്യമായി ഈ അന്വേഷണത്തിന് ഉത്തരവ് നൽകിക്കൊണ്ട് കോടതി പറഞ്ഞ സാഹചര്യത്തിൽ അതുകൂടി വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ടി വരില്ലേ? തീർച്ചയായും ആ കേസ് അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരം യൂണിറ്റിലെ DYSP ഉൾപ്പെടുന്ന സംഘമാണ്. അവർ കോട്ടയത്തെത്തി. കോട്ടയത്ത് നിന്ന് അവർക്ക് നിലവിൽ ശേഖരിക്കാൻ കഴിയുന്ന വിവരങ്ങളും തെളിവുകളും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ രേഖപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ളതാണ് ഇനി ബാക്കിയായിരുന്നത്. പക്ഷെ അവിടെയാണ് ആ കേസ് അന്വേഷണത്തിന് വിലങ്ങുതടിയാകുന്നതാണ് ഈ വിജയകുമാറിന്റെ ഉൾപ്പെടെയുള്ള മരണങ്ങൾ. കാരണം വിജയകുമാർ ഉൾപ്പെടെയാണ് പരാതിക്കാർ. ആ പരാതിക്കാരുടെ മൊഴി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷെ ഇനി ആ നിലയിലൊരു മൊഴി നൽകുക എന്നുള്ളത് എളുപ്പമാകില്ല. എന്തായാലും വിജയകുമാറിന്റെ മകളുടെ അടക്കം ഒരുപക്ഷെ അവർക്കറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം പോലീസ് ഈ ദിവസങ്ങളിൽ നടത്തിയേക്കും. വിജയകുമാറിന്റെ മകളെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ മാധ്യമങ്ങളോട് നിലവിൽ പ്രതികരിക്കാൻ തയ്യാറല്ല, ഈ ഒരു വിഷയത്തിലും പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും CBI അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. അതിൽ പുതിയതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ നിലവിലുള്ള തെളിവുകൾ ഏതാണ്ട് 7-8 വർഷം പഴക്കമുള്ള വിവരങ്ങളാണ് പോലീസിന്റെ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്, കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. അതുമായി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. പോലീസ് ഇപ്പോഴും അതിൽ ആവർത്തിക്കുന്ന കാര്യം അതൊരു ആത്മഹത്യ തന്നെ എന്നുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഈ കത്തിയടക്കം, ഈ കഴുത്ത് മുറിക്കാൻ ആവശ്യമായ കത്തിയടക്കം അയാൾ വാങ്ങുന്ന കടയുടെ വിവരങ്ങളടക്കം അന്ന് പോലീസ് ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് അത് ആത്മഹത്യ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.